നമ്മൾ ഈ ബംഗാളിലേക്ക് പോയാൽ അവിടെ മമതാ ബാനർജിയുടെ വിജയം എല്ലാ സർവേകളും പ്രവചിക്കുന്നുണ്ട്. പക്ഷേ BJP വലിയൊരു ശക്തിയായി ഉദയം ചെയ്തിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും ഒന്നും പൊടിപോലുമില്ല അവിടെ കണ്ടുപിടിക്കാൻ. SIR ഇത്തവണ നിർണായകമാകുന്ന ഒരു സംസ്ഥാനമാണ്. 1 കോടിയിലടുത്ത ആളുകൾ അവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ കടന്നു വരികയും മമതയുടെ വലിയ പോരാട്ടങ്ങളും ഒക്കെ കണ്ടു. എന്താണ് മനസ്സിലാക്കേണ്ടത് ബംഗാളിലേക്ക് പോയാൽ? ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രത്യേകത എന്നത് അതായത് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും നേരിട്ട് എതിർക്കുന്ന 2 നേതാക്കൾ, അതിൽ ഒന്ന് സ്റ്റാലിനും മറ്റൊന്ന് മമതാ ബാനർജിയുമാണ്. യഥാർത്ഥത്തിൽ ബംഗാളിൽ ഇത്തവണ നടക്കുന്നത് 2 ബ്രാൻഡുകൾ തമ്മിലുള്ള പോരാട്ടം എന്നതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മമതാ ബാനർജി എന്നത് അവിടെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ആരും തോൽപ്പിക്കാൻ പറ്റാത്ത വലിയ ശക്തിയായി മമതാ ബാനർജി മാറി എന്നത് നമുക്കറിയാം. അങ്ങനെ പശ്ചിമ ബംഗാളിലെ ഒരു ബ്രാൻഡ് എന്നതിന് അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ മുഖം ആണ് മമതാ ബാനർജിയുടേത്. മറുഭാഗത്ത് BJP ആകട്ടെ നരേന്ദ്രമോദിയെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രംഗത്തുള്ളത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പശ്ചിമ ബംഗാളിൽ പലപ്പോഴും 7 or 8 ഘട്ടങ്ങളായിട്ടൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ ഇത്തവണ കേവലം 2 ഘട്ടങ്ങൾ മാത്രമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 294 സീറ്റുകൾ ഉള്ള പശ്ചിമ ബംഗാളിൽ 16 ജില്ലകളിൽ ആണ് ഇപ്പോൾ വിധിയെഴുത്ത്. 152 മണ്ഡലങ്ങൾ ആണ് ഇപ്പോൾ വിധിയെഴുതുന്നത്. ഇവിടെ 1478 സ്ഥാനാർത്ഥികൾ ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പശ്ചിമ ബംഗാളിൽ ഇത്തവണ മമതാ ബാനർജിയെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള SIR, അവിടെ 90 ലക്ഷത്തോളം ആളുകൾക്ക് ആണ് ഇത്തവണ വോട്ടവകാശം നഷ്ടമായത്. തുടക്കത്തിൽ SIR-ന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് അടക്കം ഈ മുർഷിദാബാദ്, മാൽഡ പോലെ ന്യൂനപക്ഷ മേഖലകളിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയവും ഇത്തവണ ഏറെ കൗതുകകരമാണ്. ഒരു ഭാഗത്ത് മമതാ ബാനർജി ഈ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ അടക്കം മമതാ ബാനർജി അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിന് കാരണം ഇത്തവണ പശ്ചിമ ബംഗാളിൽ ഈ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുള്ളത് 2407 കമ്പനി കേന്ദ്രസേനയാണ്. അതായത് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ എങ്ങനെയാണോ കേന്ദ്രസേനയെ വിന്യസിക്കുന്നത് അതുപോലെ കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, അതെങ്ങനെയെന്ന് സ്വാഭാവികമായും തോന്നാം. അതായത് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് സേനയുടെ സാന്നിധ്യം എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി ആരോപിക്കുന്നത്. മണിപ്പൂരിലെ സംഘർഷ സമയത്ത് ആ സംസ്ഥാനത്ത് പോലും ഇത്രയധികം സേനയെ വിന്യസിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് ആക്ഷേപം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്നത് 2 ഘട്ടമായി മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുമാത്രവുമല്ല, ഈ ന്യൂനപക്ഷ മേഖലകളിൽ നിന്നടക്കം SIR പോലെയുള്ള നടപടികളിലൂടെ നിരവധിയായ ആളുകൾക്ക് വോട്ടുകൾ നഷ്ടമായ പശ്ചാത്തലത്തിൽ പ്രശ്നബാധിതമാകുന്ന ബൂത്തുകൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഈ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുള്ളത് എന്നതാണ്. പക്ഷേ ഏതായാലും 2ാം ഘട്ടം പശ്ചിമ ബംഗാളിൽ 29-നാണ്. അതോടുകൂടി ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് അവസാനിക്കുമെന്നുള്ളതാണ്. 29-ന് വൈകുന്നേരത്തോടു കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയും മറ്റും ചെയ്യും. 4-ാം തീയതിയാണ്, മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. ഏതായാലും നിർണായകമായ തെരഞ്ഞെടുപ്പ് ഈ 2 സംസ്ഥാനങ്ങളിലും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.